തലസ്ഥാനത്തെ കൗമാരകലയ്ക്ക് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കലോത്സവ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലയിലെത്തി. തട്ടത്തുമല വാഴോട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ആറ്റിങ്ങൽ MLA OS അംബിക, വർക്കല MLA അഡ്വക്കേറ്റ് ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. 4 ദിവസം നീളുന്ന പ്രയാണത്തിനിടയിലാണ് തലസ്ഥാന നഗരിയിൽ സ്വർണ്ണക്കപ്പ് എത്തുന്നത്. ശ്രീനന്ദ SP ചേർന്നുണ്ട്. ശ്രീനന്ദ, അങ്ങനെ സ്വർണ്ണക്കപ്പ് തലസ്ഥാന നഗരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിജയികൾ ആരാണ് എന്നറിയാൻ ഇനി 5 ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ കലയുടെ ഒരു ഉത്സവമാണ് തലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, തലസ്ഥാനത്ത് എന്ത് വന്നാലും, ഏതൊരു മേള നടന്നാലും അവിടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാറുണ്ട്, ഒരാൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ തലസ്ഥാന നഗരവും ഈ കലാകാരന്മാരെ വരവേറ്റ് കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും ദേവിക, 4 ദിവസത്തെ പ്രയാണത്തിനൊടുവിലാണ് സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് തട്ടത്തുമലയിൽ വെച്ചിട്ട് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി. വൻ ജനാവലിയോട് കൂടിയാണ് സ്വർണ്ണക്കപ്പിന് സ്വീകരണം ഏകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളടക്കം എല്ലാവരും ഒത്തുചേർന്ന് നിന്നിട്ടാണ് ഈ ഒരു വരവേൽപ്പ് നൽകിയത്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വർണ്ണക്കപ്പ് എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വൻ ജനാവലിയോട് കൂടി തന്നെയാണ് സ്വർണ്ണക്കപ്പിന് സ്വീകരണമേകുന്നത്. കൗമാരകലയ്ക്ക് ഒരു ആശങ്കയുമില്ല. കൗമാരകല എത്രത്തോളം തിരുവിതാംകൂറിൽ മുന്നേറുമെന്നതിന് ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലയ്ക്ക് ആവേശം ഏറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവിക. ശരി, അത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ആഘോഷപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കലാകാരന്മാരെല്ലാം അവിടേക്ക് എത്തിത്തുടങ്ങിയാണ്. ശ്രീനന്ദ, നമുക്കറിയാം, കൊച്ചു കൂട്ടുകാർ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകുന്ന ഒരു പ്രതീതി കൂടി അവിടെ ഉണ്ടല്ലോ. അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന കുരുന്നുകൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് അവിടേക്ക് എത്തുന്നത്? ശരി, എന്തായാലും തിരുവനന്തപുരത്ത് ആഘോഷ നാളുകൾ തന്നെയാണ്. ശ്രീനന്ദ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ശ്രീനന്ദ, നമുക്കറിയാം, അവിടെ കൂട്ടുകാരെല്ലാം എത്തി തുടങ്ങിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവരും വളരെയധികം ആസ്വാദന മനോഭാവത്തോടു കൂടി ഒരുങ്ങുകയാണ്. അവിടെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? നാളെയാണ് തിരി തെളിയുന്നതെങ്കിൽ പോലും ഇന്നു മുതൽ കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കി തുടങ്ങുമല്ലോ. തീർച്ചയായിട്ടും ദേവിക, വൻ സന്നാഹം തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു, സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആൾക്കാർ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉച്ചവെയിലിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ആരും ഒട്ടും തന്നെ, കുട്ടികൾക്കും മുതിർന്നവർക്കും കലയോട് എത്രത്തോളം അഭിരുചിയുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അത് തന്നെയാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളെല്ലാം അനന്തപുരിക്ക് ആഘോഷ നാളുകൾ തന്നെയാണ്. ജനവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കലോത്സവ വേദികളിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാനായി.